ശേഷം നമ്മളങ്ങനെ നമ്മുടെ ചെറുക്കനെ കൊണ്ട് രാത്രി റൈഡിന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. രാത്രി റൈഡ്, അതായത് 1.5 വർഷമായിട്ട് നമ്മൾ രാത്രിയിൽ ഓടിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം വരെ നമ്മൾ പകലാണ് വണ്ടി ഓടിച്ചത്. അപ്പോൾ കമാൻ, അതായത് നീ വിടുന്നു കൈസ് നോക്ക്, ഞാൻ ഇവിടുന്ന് ഓരോന്നായിട്ട് ഓണാക്കി കാണിക്കാം കേട്ടോ വണ്ടിയുടെ ഏതൊക്കെ സംവിധാനങ്ങളുണ്ടെന്ന്. ഇപ്പോൾ എല്ലാ ലൈറ്റുകളുണ്ടോ ഇവിടെ ഗ്രില്ലിൽ ഇങ്ങനെ പല കളറിൽ മാറി ഇത് ശരിക്കും യെല്ലോയിലാണ് വരുന്നത്. പക്ഷെ നമ്മളിത് പല കളറിൽ മാറി കത്തുന്ന സാധനം വാങ്ങിച്ചു. പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ, ഈ കാണുന്ന അടിയിൽ സ്റ്റാർ ലൈറ്റ് ഫ്രണ്ടിൽ 2 എണ്ണം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു പിക്സൽ സ്ക്രീന്, അതേപോലെ തന്നെ മേളിൽ 2 കണ്ണ് നോക്കി, 1, 2. അത് ആ പഴയ കണ്ണ് താഴെയായിരുന്നു, അതിനെടുത്ത് മേളിലേക്ക് വെച്ചു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വലിയ ബാർ ലൈറ്റ് മേടിച്ചാണ്. പക്ഷെ അല്ല കൈസ്, എല്ലാവർക്കും നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ അൽബേനിയയിൽ തന്നെയാണ്. നമ്മളങ്ങനെ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ഇന്നലത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, വളരെ ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി. ഇന്ന് നമ്മൾ 3 ടൂറിസ്റ്റ് പ്ലേസ് ആണ് കാണാൻ വേണ്ടി പോകുന്നത്. ബ്ലൂ ഐസ്, പിന്നെ അതുപോലെ ബ്രൂട്ട്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ. നമ്മൾ പറയുന്നത് തന്നെ കറക്റ്റ് ആണെന്ന് ചിലപ്പോൾ സംശയമുണ്ട്, കാരണം ഇവിടുത്തെ പ്രൊനൗൺസിയേഷനും എഴുത്തും സംഭവങ്ങളൊക്കെ നമ്മുടെ ഭാഷ ഇവിടുത്തെ ഭാഷയും വ്യത്യാസമാണല്ലോ. അങ്ങനെ വരാൻ നേരത്തെ തെറ്റിപ്പോവും, സ്വാഭാവികമാണ്. ഗൈസ് നോക്കൂ, അപ്പോൾ ഇന്നലെ നമ്മൾ കിടന്ന അതേ സ്ഥലം, അതേ പമ്പ്, ഇവിടെയാണ് നമ്മൾ രാവിലെ കൃത്യനിർവഹങ്ങളൊക്കെ നിർവഹിച്ചത്. ഇവിടെ നമുക്ക് എണ്ണ അടിക്കണം. ഇന്നലെ രാത്രി നമ്മൾ വാഹനം ഇവിടെയാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്ത് നമുക്ക് നിസാര ദൂരമുള്ളൂ. നോക്കിയാൽ നെതർലാൻഡ്സിൽ നിന്ന് ഒരു അപ്പച്ചനും അമ്മച്ചിയും വന്നാൽ ആ അപ്പച്ചനും അമ്മച്ചി ഇങ്ങനെ വന്നിട്ട് യാത്ര തുടങ്ങും. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ പമ്പിന്റെ അകത്ത് ആകെ ഇന്നലെ രാത്രി തൊട്ട് ഈ നേരം വരെ 4 വണ്ടി എണ്ണടിച്ച 4 കാർ. എങ്ങനെ മുതലാവും? ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് പൂട്ടിപ്പോകുന്നതെന്ന്? മനസ്സിലായില്ലേ? 100%. ഗൈസ് ഇന്നലെ അവിടെ നല്ല കിഡിലിന് സൺസെറ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്ന സ്ഥലം അതിമനോഹരമാണ്, ഭയങ്കര രസമാണ്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഞാനും ലിവിനും അങ്ങനെ വേർത്തു. ഈ യാത്രയിൽ ആദ്യമായിട്ട് വേർത്തു. ഇന്ന് ഭയങ്കര ചൂടാണ്. ഇന്നത്തെ കാലാവസ്ഥ ഭയങ്കര എന്താ പറയുക, സണ്ണിയാണ്, നല്ല കാലാവസ്ഥയാണ്. ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര സന്തോഷം. ഞാനേ ഇന്നത്തെ ക്ലൈമറ്റ് എത്രയാണെന്ന് നിങ്ങളോട് പറയാം. ഇന്നത്തെ ക്ലൈമറ്റ് ഭയങ്കര 24 ഉള്ളോ? ഓ മാൻ, ഓൺലി 24, 25 അത്രയൊക്കെ ഉള്ളൂ. ഏറ്റവും കൂടുതൽ വരുന്നത് 27 ആ. നമ്മുടെ നാട്ടിലൊക്കെ 30 വെച്ച് ഇഷണ്ണ വരച്ചോണ്ടിരിക്കും. ഞാൻ അവിടെ കാണും, കാർഡുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. എടുത്തോണ്ട് പോ ചോദിക്കോ. ഗൈസ് എണ്ണ അടിക്കട്ടെ കേട്ടോ, എണ്ണ അടിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ എണ്ണ അടിച്ചു. ഗൈസ് ഫൈനലി നമ്മൾ എണ്ണ അടിച്ചു. നമ്മളങ്ങനെ പരിപാടിയും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. യൂറോപ്പിലേട്ടാ പൈസ കുറവ്? യൂറോപ്പിൽ 1.60 ഉള്ളൂ. ഇവിടെ 1.94 രൂപയുണ്ട് അല്ലേ, കുറവാ. യൂറോപ്പിൽ കുറവ്, ഇവിടെ കൂടുതൽ. ഗൈസ് നമ്മൾ ബെറാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ അപ്രോക്സിമേറ്റ് ഇവിടുന്ന് നമുക്കൊരു കുനിഞ്ഞൊക്കെ നോക്കണം കേട്ടോ, എന്നാലേ കിട്ടുള്ളൂ. 48 മിനിറ്റേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തോട്ടും. ബെറാത്തിൽ 2 സ്ഥലം കാണാനുണ്ട്. ബെറാത്തിൽ 2 സ്ഥലം കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ്? ബ്ലൂ ഐസ്. കിട്ടില്ല മനസ്സിൽ ഇന്ത്യ, ബെറാത്ത്. ഗൈസ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കിളി മാറിപ്പോവും. എങ്ങനെയാണെന്നറിയാമോ ഞങ്ങൾ കണ്ടുപിടിക്കുന്നത്? ഞങ്ങൾ ആദ്യം സ്ഥലം എടുത്തിട്ട് അത് ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഇട്ടിട്ട് അത് മലയാളത്തിലേക്ക് മാറ്റിയിട്ട് കഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഒന്നും പിന്നെ എന്നാ പറയാ, അക്ഷരം പഠിപ്പിക്കുന്ന ടീച്ചർമാർ പോലും നോക്കിയിട്ടുണ്ടാവും. ഇതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെയ്യുമായിരുന്നല്ലേ. ഇതാ നമ്മുടെ ബെൻസ് കിടക്കുന്ന ഇവിടെ. ഇത് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. ഈ ആണിത്, ഈ 250 വണ്ടി കേട്ടോ. 10-20 കിലോമീറ്റർ മൈലേജ് കിട്ടി വണ്ടി, ഡീസലില്. ഗൈസ് നോക്കൂ, നമുക്ക് ചെന്നിട്ട് കൂളിംഗ് ഒക്കെ അടിക്കാം. നോക്കിയാ വണ്ടി ഉണ്ടാ ഗൈസ്. അപ്പൊ ഇന്നത്തെ മല്ലയുദ്ധം തുടങ്ങാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മളങ്ങനെ ഹൈവേ കയറി ഗൈസ്. ആദ്യം നമുക്കൊരു സൂപ്പർ മാർക്കറ്റിൽ കയറണം, ബണ്ണ് മേടിക്കണം. ഞങ്ങളുടെ ദേശീയ ഭക്ഷണമായ ബണ്ണ് മേടിക്കണം. ബണ്ണ് മേടിച്ച് കഴിക്കണം. എന്നിട്ട് വൈകുന്നേരമാണ് നമ്മളിപ്പോൾ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യുന്നത്. അല്ലാത്ത സമയം നമ്മൾ എപ്പോഴും രാവിലെ റൊട്ടിയാണ് കഴിക്കുന്നത്. റൊട്ടി ഗൈസ്. നമ്മൾ വേസ്റ്റ് കളയാൻ വേണ്ടി പോകണം. നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇതേപോലെയുള്ള സാധനത്തിൻ്റെ അകത്ത് നമ്മൾ ഇവിടെയൊക്കെ വേസ്റ്റ് കളയാൻ പാടുള്ളൂ. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ സാധനം പോലും ഇല്ല. പക്ഷെ ഇങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്നാൽ നമ്മുടെ നാട്ടുകാർ ഇതിൻ്റെ അകത്ത് ഇടും. നമ്മുടെ അവിടെ ഫെസിലിറ്റി ഇല്ല. വേസ്റ്റ് സാധനങ്ങൾ കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു അല്ലേ. ഇവിടുന്ന് ഇറ്റലിക്കൊക്കെ ബസ് ഉണ്ട് കേട്ടോ. ഞാൻ ബസ്സിന്റെ പരസ്യം കണ്ടു. ആണോ? ഇറ്റലിക്ക് മാടോടെ എല്ലാ സ്ഥലത്തോട്ടും ഉണ്ട് കേട്ടോ. ഫൈനലി നമ്മളങ്ങനെ വണ്ടി ഇവിടെ കൊണ്ട് നിർത്തി. അതായത് നമ്മൾ അവിടെയാണ് വന്നത്. അവിടുന്ന് നമ്മൾ 3 യൂറോ, ലാസ്റ്റ് അത് 2 യൂറോയിലേക്ക് മാറ്റി. അതായത് ഇവിടുത്തെ ലെയ്ക്ക എന്ന് പറഞ്ഞ സംഭവം, അതായത് അൽബേനിയൻ മണി 200 രൂപ പാർക്കിങ്ങിന് നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു. നമ്മൾ നേരെ
ഫ്രണ്ടിലേക്ക് പോകണം. ഇതാണ് നമ്മൾ പറഞ്ഞ കത്തീഡ്രൽ, അതായത് ബറാത്ത് കത്തീഡ്രൽ എന്ന് പറഞ്ഞ സ്ഥലം. ശരിക്കും ബറാത്ത് ടൗൺ എന്ന് പറയുന്നത് ഉണ്ടോ ഈ ഭാഗമാണ്. ഈ ഭാഗത്തിൻ്റെ അപ്പുറവും ഇപ്പുറമാണ് ഈ ഒരു പറയുന്ന സംഭവം. പക്ഷേ നമ്മൾ അവിടുന്ന് നേരെ ആദ്യം ഇവിടെ കയറിയിട്ടാണ് നമ്മൾ നേരെ താഴോട്ട് പോകുന്നത് കേട്ടോ. കാണുന്ന ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. ഇത് കണ്ടോ, ഇത് കത്തീഡ്രൽ, ഇത് ബാർ. എങ്ങനെയുണ്ട്? ഇത് ബാർ. ഇവിടെയാണ് പാർക്കിംഗ് ചോദിച്ചത്, തന്നില്ല. നമ്മൾ നേരെ ഇത് കണ്ടോ, ഈ കാണുന്ന ഈ ഒരു ഉൾവശത്തേക്ക് കേട്ടോ നമുക്ക് പോകണം. ഇതിൻ്റെ എൻട്രി ഏതാ? ഇതിൻ്റെ ഉള്ളിലെല്ലാം മൊത്തം കച്ചവട സ്ഥാപനം കേട്ടോ. അതല്ല അത് വില്ലേജാണ്. ഈ വശത്തോട്ടാണ് തോന്നുന്നു പോകണ്ടേ. ബേക്കിൽ പോകുന്ന സാഹിബിനോടും മദാമയോടും ചോദിച്ച സംഭവം. അപ്പോൾ അവർ കറക്റ്റ് പറഞ്ഞു ഇത് ഫ്രണ്ടിലേക്കാണ് മകനെ എന്ന് പറഞ്ഞു. ഞങ്ങൾ പള്ളി കാണാൻ പോയിട്ട് ഇതിനകത്ത് മൊത്തം ബാറും ബീറും പരിപാടികളും മൊത്തം കേട്ടോ. കൈസ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല, ഇതിനകത്ത് വലിയ ടൗൺ പോലെ. ഇതുണ്ടോ ഈ കാണുന്നതിൻ്റെ അകത്ത് കുറേ വീടുകളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കും സംഭവമൊക്കെ ആയിട്ടോ. നോക്കൂ, ഫൈനലി നമ്മൾ ചർച്ചിൻ്റെ അടുത്തെത്തി. നമ്മളതിൻ്റെ ഉള്ളിൽ കയറി അവിടെ നേരെ പുറത്തിറങ്ങി. ഇതാണ് ബറാത്ത് ടൗൺ. അവിടെ നിന്ന് കറക്റ്റ് ഇത് മൊത്തം കാണാം കേട്ടോ. നമ്മളിനി നേരെ താഴോട്ടാണ് പോകണേ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആദ്യം കണ്ടിട്ടാണ് എല്ലാവരും ഇങ്ങോട്ട് വരാറ്. നമ്മൾ നേരെ തലതിരിച്ച് ഇവിടുന്ന് ആദ്യം എല്ലാം കണ്ടിട്ട് നേരെ താഴോട്ട് പോവാണ്. കൈസ് നമ്മൾ വിചാരിച്ചല്ലോ പഴയ ചർച്ചാട്ടോ, ഓർത്തഡോക്സ് ചർച്ചാണ്. ഒരു 5 പേർക്ക് കഷ്ടിച്ചുള്ളിൽ നിൽക്കാം, അത്ര പറ്റത്തുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് നേരെ താഴോട്ട് പോകാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ട്. നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കണ്ടമാനം ഫോറിനേഴ്സ് ആട്ടോ. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ വന്ന് സ്ഥലം കണ്ടുപിടിക്കുക ഇച്ചിരി പാടാണെങ്കിലും ബാക്കി അങ്ങോട്ട് കുഴപ്പമില്ല. ഫുള്ള് പാറാട്ടതാ, ഇവിടെയും പാറ്. ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാട്ടോ. ഇതുണ്ടോ ഗൈസ്, നോക്കൂ, ഫൈനലി നമ്മൾ വണ്ടിയിൽ കയറി ലൊക്കേഷൻ ഇട്ടു. നമ്മൾ നേരെ ബറാത്ത് ടൗണിലേക്ക് നേരെ പോകാം കേട്ടോ. അതായത് 1000 ജനാലകളുടെ നാട്, നമ്മൾ ആ സ്ഥലത്തോട്ടാണ് പോകുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ കത്തീഡ്രൽ ആ ഭാഗത്തു നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഈ കാണുന്ന പാർക്കിൽ നിന്ന് ഔട്ടടിക്കുകയാണ്. നമ്മൾ വന്ന വഴിയല്ല കേട്ടോ ലൊക്കേഷൻ കാണിക്കുന്നത്, വേറെ വഴിയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വഴിയാണ് പോകുന്നത് ഗൈസ്. നോക്കൂ, അതായത് നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല കീട്ടിലും തിരക്കാട്ടോ ഞങ്ങൾ വന്ന സമയത്ത്. പക്ഷേ ഇവിടെ എപ്പം അത്ര തിരക്കും സംഭവങ്ങളും കാര്യങ്ങളും ഇല്ല. എന്തായാലും നമുക്ക് ഈ വഴിയാണ് നമുക്ക് നേരെ താഴോട്ട് പോകേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ വഴിയെ നേരെ താഴോട്ട് പോവാണ് ഗൈസ്. നോക്കൂ, അവിടെ നിന്നാണ് ആ ബറാത്തിൻ്റെ ഒരു യഥാർത്ഥ ദൃശ്യം നമുക്ക് കിട്ടുക. നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ 1000 ജനാലകളുടെ സ്ഥലം, അതായത് ബറാത്തിൽ എത്തിയിരിക്കുകയാണ്. ആ സ്ഥലം ഇതാണ് ഗൈസ്. നോക്കൂ, അതായത് ഈ ഒരു ഭാഗമാണ് ആ ഒരു ഭാഗം. അതായത് നമ്മൾ ബറാത്തിന് അടിക്കുന്ന ലൊക്കേഷനിലൊക്കെ ആദ്യം കാണുന്ന സ്ഥലം. അതായത് ഒരേപോലെ വീടുകൾ, ഒരേപോലെ ആ ഒരു ഫ്രെയിം സെറ്റപ്പൊക്കെ ഒരേപോലെ നിൽക്കുന്ന സ്ഥലം. കറക്റ്റ് അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ കയറി നിന്ന് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് സെറ്റപ്പ് കാണാം. ഇതിൻ്റെ ഇവിടുന്ന് മേലോട്ട് പോകുമ്പോഴാണ് കത്തീഡ്രലും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണുക. എന്തായാലും അവിടെ ഒരു കത്തീഡ്രൽ, പിന്നെ ഇവിടെ അൽബേനിയൻ സ്റ്റൈലിലുള്ള ഒരു മോസ്ക് സംഭവങ്ങൾ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ഇവിടെ പാർക്കിംഗ് ആണ് ഏറ്റവും വലിയ വിഷയം. പാർക്കിംഗ് ഒരു വലിയ വിഷയമാണ് കേട്ടോ. വണ്ടി ഇടാൻ വേണ്ടി ഒരു തുള്ളി സ്ഥലം കിട്ടത്തില്ല. അപ്പം ഞാനിവിടെ ഈ കാണുന്ന ഇത് കണ്ടോ, ഈ വേസ്റ്റ് ഡസ്റ്റ്ബിൻ, ഇതിനോട് ചേർന്നാണ് ഞാൻ വണ്ടി ഇട്ടാക്കുന്നത് ഗൈസ്. നമ്മൾ ഇവിടെ നിന്ന് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാണ്, ബ്ലൂ ഐസ്. ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ അടുത്ത സ്ഥലത്തോട്ട് പോവാണ് ഗൈസ്. നോക്കൂ, ബറാത്തിൽ നിന്ന് നമ്മൾ ബ്ലൂ ഐസ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇന്നും നാളെയും മാത്രമേ നമ്മളിവിടെ ഉണ്ടാകുകയുള്ളൂ. ഇന്നും നാളെയും ചിലപ്പോൾ നാളെ കഴിഞ്ഞും. അതിനുശേഷം നമ്മൾ അടുത്ത രാജ്യത്തോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, മൗണ്ടനീഗ്രിയ. അപ്പം അൽബേനിയയിലെ എന്നാ പറയുക, അടുത്ത കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രമേ നമ്മൾ അൽബേനിയ ഉണ്ടാവുള്ളൂ. എന്തായാലും നമ്മളിവിടുത്തെ വന്നിരുന്നാൽ, അതായത് അൽബേനിയയിൽ വന്നാൽ കാണേണ്ട മെയിൻ സ്ഥലങ്ങളിൽ ഒരു സ്ഥലമായ സ്ഥലം നമ്മളങ്ങനെ കണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളത് കണ്ട് നേരെ ഫ്രണ്ടിലേക്ക് പോകുകയാണ് ഗൈസ്. നോക്കൂ, നമ്മളങ്ങനെ അടുത്ത സ്ഥലത്തോട്ട് നീങ്ങും കേട്ടോ. അതായത് ഇതിൻ്റെ അകത്തൊക്കെ പകുതിയും ബാറും ഹോട്ടലും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിൽ. ഇനി അപ്പുറത്തെ വശത്തോട്ട് എങ്ങനെയാണെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നേരെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. അവിടെയാണ് യെസ് ഗൈസ്, ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. ഞാൻ അവിടെ എത്തട്ടെ കേട്ടോ. അവിടെ എത്തിയിട്ട് നിങ്ങളോട് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്നാന്നുള്ളത് കേട്ടോ. ഒന്നാമത് ഇവിടുത്തെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ വലിയ റോഡുകളൊന്നുമില്ല, എല്ലാം ചെറിയ റോഡുകളാണ്. കൂടുതൽ വണ്ടി വന്നു കഴിഞ്ഞാൽ എല്ലാം പരിപാടി പാളി കേട്ടോ. അതായത് ട്രാഫിക് ഒരു ചെറിയ വിഷയമാണ്. നമുക്ക് ഒരു സ്ഥലത്തോട്ട് പോകുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഇത് തന്നെ, അതായത് ഏത് നിമിഷവും ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു പാർക്കിങ് ഒരു രക്ഷയും കിട്ടില്ല. വണ്ടി ഞാൻ ഈ കാണുന്ന ഇവിടെ ഇട്ടു, എവിടെ ഇട്ടാലും ബ്ലോക്കാണ്, എവിടെയും വണ്ടി ഇടാനും ഒരു രക്ഷയില്ല ഗൈസ്. ഫൈനലി ഞാൻ പുറത്തിറങ്ങി. അതായത് ഞാൻ എന്താണ് പുറത്തിറങ്ങിയതിൻ്റെ കാരണം നിങ്ങൾക്കറിയാവോ? വെരി സിമ്പിൾ. അതായത് ഇവിടുത്തെ ഒരു സംഭവം പറയാൻ വേണ്ടിയാണ്. ആദ്യം നടന്ന് അവിടെ എത്തട്ടെ കേട്ടോ. ഇവിടുത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വേറെ ഒന്നുമില്ല, പോലീസുകാരെ ശ്രദ്ധിക്കണം, ഇല്ല പരിപാടി പാളും. അപ്പോൾ അവരുടെ കൺമുന്നിൽ കാണാത്ത രീതിയിലാണ് ഞാൻ വണ്ടി കൊണ്ട് അവിടെ മാറ്റിയിട്ടാക്കുന്നത്. അല്ലെ പരിപാടി മൊത്തം പാളും ഗൈസ്.
ഗൈസ് നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട് കേട്ടോ. ബെൻസിൻ്റെ ഒക്കെ ബസ് നടക്കുന്ന നോക്കിയോ, കണ്ടിട്ട് തന്നെ കൊതി വന്നു. എന്താ ലുക്ക്. ഇതിലേ വേണം ക്രോസ് ചെയ്യാൻ, അല്ലാതെ ക്രോസ് ചെയ്താൽ മേലോട്ട് നോക്കിയിരിക്കേണ്ടത് കേട്ടോ. 32 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതാ കിടക്കുന്നു. എന്നാ സാധനം നോക്കിയേ. പോകുന്ന പോലും അറിയുന്നില്ല. എന്താ വൃത്തി, എന്താ സൗന്ദര്യം. യെസ് ഗൈസ്, നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. അതായത് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്നറിയാമോ? അതായത് ഈ പുഴയുടെ ഈ വശം താമസിക്കുന്ന ആൾക്കാർ മൊത്തം ക്രിസ്ത്യാനികളും, പിന്നെ അതേപോലെ തന്നെ ഈ പുഴയുടെ ഈ വശം താമസിക്കുന്ന മൊത്തം ആൾക്കാർ മുസ്ലിംസുമാണ്. അങ്ങനെയാണ് ഇവിടുത്തെ സംഭവം. അതായത് ആ പുഴയുടെ ആ വശത്ത് മൊത്തം ക്രിസ്ത്യൻസ്, ഇവിടെ മൊത്തം മുസ്ലിംസ്. അങ്ങനെയാട്ടോ അതിൻ്റെ സെറ്റപ്പ്. അതായത് ഇതൊരു വളരെ ഓൾഡ് ടൗണാണ്, ഒരു പൗരാണിക നഗരമാണ്. അപ്പം കുറേയധികം ആൾക്കാർ അവിടെയും വിസിറ്റ് ചെയ്യുന്നുണ്ട്, കുറേയധികം ആൾക്കാർ ഇവിടെയും വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മേളിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. നമ്മുടെ വണ്ടി അവിടെ ഒരു ഒന്നുമില്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ നിർത്തിയിട്ടേക്കുന്നത്. ഇവിടെ നേരെ ഫ്രണ്ടിലേക്ക് നോക്കുന്ന അൽബേനിയൻ ഫ്ലാഗും നമ്മൾ പോയ ആ ഒരു കോട്ടയുടെ ഭാഗങ്ങളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണാനും പറ്റും. എന്തായാലും നമ്മളങ്ങനെ ബറാത്ത് കണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെയും അതേപോലെ തന്നെ രണ്ട് കൾച്ചർ എന്നൊന്നുമില്ല, എല്ലാം ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്. എനിക്കൊരു വ്യത്യാസം സംഭവം തോന്നിയില്ല. ഇവിടുത്തെ വീടുകളും തമ്മിലുള്ള വ്യത്യാസം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല കേട്ടോ. അവിടെ ക്രിസ്ത്യൻ പള്ളികളുണ്ട്, പിന്നെ ഇവിടെ മുസ്ലിം പള്ളികളുണ്ട്, അങ്ങനെ തന്നെ, അല്ല വേറെ സംഭവമൊന്നുമില്ല. അത് ആ സ്ഥലത്തു നിന്ന് നോക്കാൻ നേരത്ത് കറക്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്തായാലും നമുക്കിവിടെ പാർക്കിങ്ങിൻ്റെ ഇഷ്യൂ ആണ്. കാരണം ഇവിടെയുള്ള ഓരോ പാർക്കിങ്ങുകളും ഓരോ റെസ്റ്റോറൻറ്റുകാർ സ്വന്തമാക്കിയതിനാൽ അവരവിടെ മറ്റേ വണ്ടി കയറി കഴിഞ്ഞാൽ പൊട്ടുന്ന സാധനമൊക്കെ വെച്ചാൽ നമുക്ക് അവിടെ നിർത്തിയിട്ട് അങ്ങനെ ഓരോ ഗുസ്തി കാണിക്കാൻ പറ്റില്ല. കഴിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയുള്ള ആ തന്ത്രപ്പാടിലാണ്. പോകുന്ന വഴി ഒരു 200 കിലോമീറ്റർ ഉണ്ട്. ഇത്ര നേരം വരെ നല്ല കിടിലൻ കാലാവസ്ഥയായിരുന്നു. ഇത് മഴ പെയ്യാൻ വേണ്ടി പോകുന്നു. പൂമ്പലും കഞ്ഞിയും നമുക്ക് നേരെ ഇറങ്ങിയാക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു വന്ന സമയത്ത് എൻ്റെ സ്റ്റോറേജ് ഫുള്ളായിപ്പോയി ഗൈസ്. ഫൈനലി ഞാനത് റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടോ, ഇവിടുത്തെ ട്രാഫിക് എന്നൊക്കെ പറഞ്ഞ ഒരു വിചിത്ര ട്രാഫിക്കാണ്. അതായത് 6 സെക്കൻഡ് ഉണ്ട്. 6 സെക്കൻഡിനുള്ളിൽ ഓടി അപ്പുറം പിടിക്കട്ടെ കേട്ടോ, ഇല്ലെങ്കിൽ മേലോട്ട് നോക്കി ഇരിക്കേണ്ടി വരും. ഭാഗ്യം ഗൈസ്. ഇവിടുത്തെ ട്രാഫിക് വിചിത്ര ട്രാഫിക്കാണ്. ഞാൻ എന്തായാലും അവിടെ കൊണ്ട് ഗൈസ് അവിടെ കൊണ്ട് വണ്ടി റെഡിയാക്കി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് വേണം എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി. ഇത്ര നേരം വരെ നല്ല കീട്ടിലും ക്ലൈമറ്റ് ആയിരുന്നു. എത്ര സെക്കൻഡുകൾ കൊണ്ടാണെന്നറിയോ ക്ലൈമറ്റ് തന്നെ മാറിയേ. ഗൈസ് നോക്കൂ, എന്തായാലും ബറാത്തിനോട് നമ്മൾ വിട പറഞ്ഞ് നമ്മളങ്ങനെ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. നല്ല ബ്ലോക്കാട്ടോ, നമ്മൾ വിചാരിച്ച പോലെയല്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. ഈ അൽബേനിയ വന്ന ഒരുപ്പെട്ട എല്ലാവരും ഈ വശത്തോട്ട് വരാറുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ തിരക്ക് വരത്തില്ലല്ലോ. അത് ഇവിടെയുള്ള ആൾക്കാരിൽ കൂടുതൽ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് കൂടുതലും. എന്തായാലും നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ തിരക്ക് മാറിക്കിട്ടും. എന്തായാലും നമുക്ക് അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി യാത്ര ചെയ്യും. ഇനി നമ്മുടെ അടുത്ത സ്ഥലത്തോട്ട്, അതായത് ബ്ലൂ ഐസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേസിലേക്ക് 213 കിലോമീറ്റർ ഉണ്ട്. അപ്രോക്സിമേറ്റ് 3.25 മണിക്കൂർ. ആ 3.25 മണിക്കൂർ കൊണ്ട് വേണം നമുക്ക് ഓടി എത്താൻ വേണ്ടിയിട്ടോ. ഐസ് നോക്കൂ, ഇത്ര നേരം വരെ നല്ല കിടിലൻ ക്ലൈമറ്റാണ്. ഇപ്പം ക്ലൈമറ്റ് മാറിയിട്ട് ഒരു മങ്ങലായി. അത് നമ്മൾ ബറാത്ത് എന്ന് പറഞ്ഞ ടൗൺ വിട്ടിട്ട് ഇപ്പോൾ ഒരു 19 കിലോമീറ്ററായി. ബ്ലൂ ഐസ് എന്ന് പറഞ്ഞ പ്ലേസിലേക്ക് നമുക്കിനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറും 170 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവരുടെ ഒരു 4 വരി പാതയെ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 2 പാത ഉണ്ടായിരുന്നു, അതിൽ ഞാൻ ഈ പാത ചൂസ് ചെയ്തു. ഇതാകുമ്പോൾ പെട്ടെന്ന് എത്താമല്ലോ. 5 മണിയാവും നമ്മൾ ഓടി എന്തായാലും ആ പറഞ്ഞ സ്ഥലത്ത് എത്തുന്ന തരത്തിൽ. കൃഷി കേട്ടോ, പല ടൈപ്പ് കൃഷികളുണ്ട്. കൃഷി കഴിഞ്ഞ് കുറച്ച് ദൂരം കഴിഞ്ഞ് കുറച്ച് ഗ്രാമങ്ങൾ. അതായത് പോകുന്ന റോഡിന് നമ്മുടെ ഇന്ത്യയിലെ ഹൈവേകളുടെ സൈഡ് എങ്ങനെയാണോ ഏകദേശം അതേപോലെ തന്നെയാണ് ഇവിടുത്തെ സംവിധാനങ്ങളും സെറ്റപ്പുകളൊക്കെ. പക്ഷേ ഇവിടെ ജനസംഖ്യ കുറവാണെന്നുള്ളൊരു ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. കാരണം ഒരു ടൗൺ വിട്ട് മറ്റൊരു ടൗൺ കാണാൻ ഇച്ചിരി സമയം എടുക്കും. പ്രത്യേകിച്ച് ഗ്രീസിലൊക്കെ ആയിരുന്നു അത് കൂടുതൽ. ഇവിടെ അത്രയില്ല, എങ്കിലും ഇവിടെയും ഏകദേശം ജനസംഖ്യയും കാര്യങ്ങളൊക്കെ കുറവാട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ അത്ര വലിയ ആളും പേരൊന്നുമില്ല. എന്നാലും പോകുന്ന അപ്പുറം നിറച്ചും കൃഷിയും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കാണാം കേട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളൊരു പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തി. തൊട്ടപ്പുറത്ത് നല്ല ഭൂലോക ചെക്കിങ് ആട്ടോ. ചെക്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഒരു പച്ച സാധനം അങ്ങോട്ട് ഉരുണ്ട് വന്ന് അതാണ് ഇവിടുത്തെ പോലീസ്. ഗൈസ് എന്തായാലും നമ്മൾ അവിടെ തന്നെ വണ്ടി ഇട്ട് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിയിൽ വെള്ളം ഒഴിക്കണം. പിന്നെ അതുകൂടാതെ ഈ സീറ്റ് അഴിക്കണം. ഈ സീറ്റ് അഴിച്ചിട്ട് ഇതിൻ്റെ അകത്തൊരു ബാറ്ററി ഉണ്ട്, ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്, 2 ബാറ്ററി ഉണ്ട്. ഈ 2 ബാറ്ററിയിലും നമുക്ക് ഈ കാണുന്ന ബാറ്ററി വാട്ടർ ഒഴിക്കണം. കണ്ടോ, ഈ സാധനം ഒഴിച്ചാലേ പോകുള്ളൂ. കാരണം നമ്മൾ ഇത്രയും ദിവസം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പരീക്ഷിച്ച് നോക്കി, സക്സസ് ആയില്ല. ഇനിയിപ്പോൾ അതിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ പൊട്ടത്തരമായി പോകും. അപ്പോൾ അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ, അതായത് ഊരണം, ഇതിൽ ഒഴിക്കണം, അതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ സംഭവം.
അപ്പോൾ ഇത് ചെയ്തില്ലേ പരിപാടി പാളും. ഇത് ഊരാന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ, കാരണം അത്രയും കണക്ഷനുണ്ട്. അപ്പോൾ ഇതെല്ലാം സെറ്റപ്പ് ചെയ്യണം. ഇത് ഊരി കഴിഞ്ഞാൽ കുറച്ച് ഉപകാരമുണ്ട്. അപ്പോൾ ഇത് ഊരി മടക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനുവേണ്ടിയുള്ള സെറ്റപ്പും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ടൂൾ ബാഗും സാധനങ്ങളൊക്കെ ഇറക്കി. ഇതിന് ശേഷം വണ്ടിയുടെ അടിയിൽ സൈലൻസറിൻ്റെ അവിടെ കയറണം. അവിടെ ഒരു തിരി എന്ന് പറഞ്ഞൊരു സൗണ്ട് വരുന്നുണ്ട്. അത് എന്നും കൂടെ നോക്കണം. ഇതുകൂടെ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഗൈസ് നോക്കൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അതായത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം, എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് തീർക്കാം. ബാലറിയുടെ പരിപാടി എന്തായാലും തീർക്കാം. അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ജമ്പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പോസിബിളായ കാര്യമല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വണ്ടിയൊക്കെ കയറി അടിക്കുന്നതിന് പകരം ജമ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ചില സമയത്ത് അത് ചിലപ്പോൾ ലോങ് അടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് ഇറങ്ങിപ്പോകും. എൻ്റെ ഹമ്മറാണ് ഒറ്റയടിക്ക് കയറുമായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിലുള്ള സാധനം ഒറ്റയടിക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഇച്ചിരി എന്നാ പറയുക, തത്തുല്യമായ ഗുണനങ്ങളും ഹരണങ്ങളും കൂട്ടിച്ചേരേണ്ട പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഗുണനോ ഹരണോ ഇല്ലാതെ നോർമലായിട്ട് അങ്ങ് ചെയ്യാം. ഇവിടെയാണ് പോലീസിൻ്റെ ആഞ്ഞു പിടുത്തോ. ഇതിൻ്റെ ഇടയിൽ ഈ സാധനം ഊരി എടുക്കാൻ ഭയങ്കര പാടാട്ടോ. ബോക്സില്ലാത്ത പരിപാടി നടക്കില്ല. ബോക്സിൻ്റെ ഇല്ല, അതൊരു വലിയ അടിയായിപ്പോയി. ഇത് നേരത്തെ ഇടാനും അങ്ങനെ തന്നെയായിരുന്നു, എടുക്കാനും അങ്ങനെ തന്നെയാണ്. റിങ്ങും നോർമൽ ഫാനിലോട്ട് പിടിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടാൻ ഭയങ്കര പണിയാണ്. മേലോട്ട് കയറി വന്നാൽ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടി. ഓക്കെ, ഇത് തുറന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. ഓക്കെ, പണ്ട് സിഗരറ്റ് വലി ഉണ്ടാകുന്ന സമയത്ത് ഏത് രാജ്യത്തിൻ്റെയാണെന്ന് എനിക്ക് അറിയത്തില്ല. നോക്കട്ടെ, ഇത് ഏത് രാജ്യത്തിൻ്റെയാ? തുർക്കിയാന്ന് തോന്നുന്നു കേട്ടോ. തുർക്കി മാൽപുറം. ഇതിൻ്റെ അകത്ത് കിടക്കുന്ന സാധനങ്ങൾ ഇത് തുറക്കാൻ പറ്റില്ല എപ്പോഴും. ഇത് ഏത് രാജ്യത്തിൻ്റെയാ? ഇത് റഷ്യ. അതെ, റഷ്യൻ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഖജനാവ് ഇതാ. ഇതേത് രാജ്യം? റഷ്യ. പിന്നെ ഇത് ഫുള്ള് ഫ്യൂസുകളാട്ടോ. ഈ ഫ്യൂസിനൊക്കെ എന്തെങ്കിലും പറ്റിയോ നല്ല ഊരി നോക്കണം. ഇതൊക്കെ ഫ്യൂസുകളാണ്. എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ ഇത് കോയും വെച്ചാണ് ഈ സാധനങ്ങൾ ഊരാൻ വേണ്ടി. ഇവിടെയും കുറേ റൂട്ട്സിൻ്റെ ഒക്കെ സാധനങ്ങൾ കിടപ്പുണ്ട്. പിന്നെ വേറെ സാധനങ്ങളൊക്കെ നോക്കട്ടെ കേട്ടോ. ഇത് എൻ്റെ പൊന്നെ, പഴയ എത്ര സാധനങ്ങളാണ് കിട്ടുന്നതെന്ന് നോക്കി. ഷോ, എനിക്കൊന്ന് ഒരു വർഷമെങ്കിലും പഴക്കമുണ്ടാവും കേട്ടോ സാധനത്തിന്. ഒന്നൊന്നും അല്ല, 2 വർഷം പഴക്കമുണ്ടാവും. ജോർജ് ആ സാധനത്താണ് മറ്റേ ഇവിടെ തുർക്കിയിലൊക്കെ കയറിയപ്പോൾ മേടിച്ച സാധനം കണ്ടത്. അതിൻ്റെ അത് ലൈറ്റർ ഇത് കിടക്കുന്നു. എന്തോരം സാധനങ്ങളാണ്. നിധികുംഭം. ഇതിൻ്റെ അകത്ത് ഇനിയുണ്ട് കേട്ടോ. എൻ്റെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഇതാ അവനെ എൻ്റെ കൈ. യെസ് ഗൈസ്, കിട്ടി. ഇതേ ലൈറ്റർ. എത്ര സാധനമാണെന്ന് നോക്കിയേ ഗൈസ്. നോക്കൂ, ഫൈനലി ഈ ബാലറിയുടെയും അതുപോലെ തന്നെ ഈ ബാലറിയുടെ സാധനങ്ങളെല്ലാം ഞാൻ ഊരി. ഇനിയിപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ദൗത്യം. ഇതിന് സിഗ്നലില്ല കേട്ടോ. ഇതിന് സിഗ്നലുണ്ട്. ഈ സിഗ്നൽ കണ്ടിട്ട് ഏകദേശം കദേശാണ്. ദൈവത്തിനറിയാം ഒഴിച്ചു കഴിയുമ്പോൾ എന്താവും എന്നുള്ള. ഒരെണ്ണത്തിലൊന്നും നിൽക്കും തോന്നുന്നില്ല കണ്ടിട്ട്. എന്തായാലും ഒഴിച്ചു തുടങ്ങാം കേട്ടോ. ഒഴിച്ചു തുടങ്ങുമ്പം അറിയാലോ. ഇത് തന്നെ ആയാൽ മതിയായിരുന്നു. പുള്ളി വേറെ വല്ലതാണ് എടുത്തു വന്നെങ്കിൽ ഇതോടുകൂടി പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ഇത് 2000 ml. 2000 ml എന്ന് പറഞ്ഞാൽ 2 ലിറ്ററോ ഈ കുപ്പിക്കകത്തോ? ദൈവമേ, ഇത് അത് തന്നെ ആയാൽ മതിയായിരുന്നു. അതെ അതേന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് ബാലറിയുടെ ഒക്കെ ഫോട്ടോയും സാധനങ്ങളൊക്കെ ഇത് കാണുന്നുണ്ട്. ഇത് തന്നെ ആയാൽ മതിയായിരുന്നു. പരിപാടി പാളി. ബാറ്ററി ഓട്ടോ എക്കോ. അത് തന്നെ നല്ല ഒഴിക്കുന്ന വെള്ളം തന്നെ. സംഭവം അത് തന്നെ കേട്ടോ. വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ 4 എണ്ണം ഉണ്ട്. ഈ 4 എണ്ണം കൊണ്ട് വേണം 5 5000 പേർക്ക് കൊടുത്താൽ ഈ 4 എണ്ണം കൊണ്ട് വേണം 2 ബാലറ്റ് നിറയ്ക്കാൻ. ഒരു തുള്ളി വെള്ളമില്ലായിരുന്നു കേട്ടോ. 2 കുപ്പി ഇപ്പോൾ ഇത്ര തന്നെ തീർന്നു. ഇതിൻ്റെ അകത്ത് 2 കുപ്പി തീരും തോന്നുന്നില്ല കേട്ടോ. കാരണം ഇത് 100 150 തന്നെ. ഇത് 80. 2 കുപ്പി ഇത്ര തീർന്നു. എൻ്റെ ദൈവമേ, നമ്മൾ പ്രതീക്ഷ പോലെ അല്ല കേട്ടോ. സാധനത്തിൻ്റെ അകത്ത് ഒരു തുള്ളി വെള്ളമില്ലായിരുന്നു. വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ സാധനം ആവാഞ്ഞ കേട്ടോ. അല്ലേ ഇനിയിപ്പോൾ തിരിച്ചടച്ചടച്ച് വെക്കട്ടെ. ഇതേപോലെ തന്നെ തൊട്ട് അപ്പുറത്തും തന്നെയായിരിക്കും അവസ്ഥ. അതിന് ഒഴിച്ചു കഴിയുമ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കയ്യിലെ ബാറ്ററി വെള്ളം തീർന്നു പോയിട്ടോ. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, അവിടെ പോയിട്ട് ഇതുപോലത്തെ 2 എണ്ണം മേടിച്ചു. ഇവിടെയൊക്കെ വ്യത്യാസമുണ്ട്, ഓരോ കടയിൽ ഓരോ രീതിയാണല്ലോ. അവിടെ പോയിട്ട് മേടിച്ചു. നമ്മുടെ നാട്ടിൽ 120 രൂപ വരും ഈ കാണുന്ന 1/2 ലിറ്ററിന്. ഇത് മതിയായിരിക്കും 2 എണ്ണം. അല്ലെങ്കിൽ ഒന്നും കൂടെ പോയി മേടിക്കാം, അതായിരിക്കും നല്ലത്. നമ്മൾ ആദ്യം മേടിച്ച സാധനങ്ങൾ ഇതാ, ഈ സാധനം. അത് അത്ര ഫുള്ളായില്ല. 5 6 വേണമായിരുന്നു. എന്തായാലും പിന്നെ ഇതും കൂടെ ഈ 2 ഷെല്ലും കൂടെ നിറയ്ക്കാനുള്ളൂ.
ഇതിലാവുമെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും പുള്ളിയുടെ പൈസ കൊണ്ട് കൊടുക്കട്ടെ കേട്ടോ. 200, ഇവിടുത്തെ 200 രൂപ. ഇത് ഇവിടുത്തെ പൈസ കേട്ടോ. ഇവിടുത്തെ പൈസക്കൊക്കെ നല്ല യൂറോ പോലെ നല്ല കട്ടിയാണ് കേട്ടോ. ഇത് പ്ലാസ്റ്റിക് ചേർന്നൊരു സംഭവം. ഇത് അത് തന്നെ അടിച്ചിട്ട് വേണം ഇനി പോകാൻ വേണ്ടി. ഇവിടുത്തെ പമ്പിൽ ഒരു പ്രത്യേകത, ഒരു പമ്പിനോട് ചേർന്ന് എല്ലാം ഹോട്ടലുണ്ടാവും. കിടിലം ബാത്റൂം കേട്ടോ. ഒരു 25 പേർക്ക് ഒരുമിച്ച് പോവാം. അമ്മാതിരി സാധനം. റൂം പണിതിട്ടാക്കുന്ന പോലെ ഇങ്ങനെ അടുക്കിയാണ് പണിതിട്ടാക്കുന്നത്. ഐസ് പരിപാടി തീർക്കട്ടെ കേട്ടോ. മണസാന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പരിപാടി തീരുവില്ല. അതിൻ്റെ അടിയിലും കയറണം. അതാണ് ഇനി അടുത്ത പ്രശ്നം. അടിയിൽ കയറി എന്നാ സംഭവം, തണുത്ത് കിടക്കുമല്ലേ സൈലൻസർ. ഇപ്പം കയറി നോക്കിയാൽ അറിയാം. വേസ്റ്റ് എല്ലാം കൊണ്ട് കളയണം. അത് നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഓ, ഇത് കളയാൻ പറ്റില്ല കേട്ടോ. സംതിങ് അതിൻ്റെ അകത്തൊന്നും ഇല്ല. അതിൻ്റെ അകത്തുണ്ട്, അതുകൊണ്ട് അത് കളയാൻ പറ്റില്ല. എന്നാൽ ഇത് കളയട്ടെ. ഓരോന്നായിട്ട് കൊണ്ട് കളയുകയാണെങ്കിൽ പരിപാടി കഴിഞ്ഞു. പിന്നെ പട്ടയ സാധനങ്ങൾ തീരുമാനമൊക്കെ എടുക്കാമല്ലോ. 4 എണ്ണം ഇതും. ഓക്കെ, ഫുള്ള് തീർന്നല്ലേ. ഒരെണ്ണം ഇത് എന്തായാലും ഫുള്ളായല്ലോ. തൊട്ടപ്പുറത്ത് തന്നെ ഡസ്റ്റ്ബിൻ ഉണ്ട്. അവിടെ തന്നെ കളഞ്ഞിട്ട് ബാക്കിയെല്ലാം എടുത്ത് വെക്കണം കേട്ടോ. പരിപാടി സിമ്പിളല്ല. ശരി, പരിപാടി ഇഷ്ടം പോലെ ഇനി ചെയ്ത് തീർക്കാണ്ട്. ഇത് കണ്ടാണ് സൈലൻസിൻ്റെ അടി കടന്ന് നോക്കുക. അതും കൂടെ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ നമ്മൾ ചെറിയ രീതിയിലുള്ള പരിപാടിയും സംഭവങ്ങളും എടുക്കാൻ നേരത്ത് വലിയ പ്രശ്നങ്ങൾ വരികയില്ല. എന്നെ സംഭവം എന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല. പക്ഷേ യൂറോപ്പ് പോലുള്ള സ്ഥലത്ത് നമ്മളിതേപോലെ പമ്പിൽ കിടന്ന് പണിയെടുക്കാൻ സമ്മതിക്കില്ല, റോട്ടിൽ കിടന്ന് പണിയെടുക്കാൻ സമ്മതിക്കില്ല. കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഓരോ സ്ഥലവും നോക്കി വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി. ഇതാണ് ആകെയുള്ളൊരു ഡസ്റ്റ്ബിൻ. ഇതിൻ്റെ അകത്ത് വേണം എല്ലാം തള്ളാൻ. അത് കുറേ സാധനം എൻ്റെ തന്നെയാണ് കേട്ടോ. ഇതുണ്ട്, ഇതിന് വേണ്ടി വെച്ചാക്കുന്ന, പിന്നെ അല്ലാതെ പൂജിക്കാനാണ്. എന്നാലും ഇതിൻ്റെ അകത്ത് തന്നെ സാധനങ്ങൾ ഓരോന്നായിട്ട് കൊണ്ടെടുത്ത് ഇനി അതല്ല നമ്മളിവിടെ എല്ലാം വലിച്ചു വാരിട്ടെന്ന് വിചാരിക്കുക. നല്ല രസമായി. ഓ, പ്രേമം മേളമായിരിക്കുന്നു. മേളം ഇവിടെ അങ്ങനെ ആരും ഒന്നും കൊണ്ട് ഇരുന്നായിട്ട് കാണുന്നില്ല. നമ്മൾ മാത്രമേ കൊണ്ട് എടുത്തുള്ളൂ. ഇവിടുത്തെ വേസ്റ്റ് എടുക്കാൻ പറ്റുന്ന ആൾക്ക് നല്ല കരിപ്പായിരിക്കും. ഇന്നലെ ഇവിടെ നിറച്ചും പോളണ്ടുകാരായിരുന്നു. ഫുൾ പോളിഷ്. ഇത് നമ്മളെ ഡിന്നറിനൊക്കെ ക്ഷണിച്ചു. ഞാൻ പോയൊന്നുമില്ല കേട്ടോ. കാരണം പകുതി എണ്ണം കൗട്ടായിരുന്നു. ഞാൻ അതിനിടയ്ക്ക് പോയി പെട്ടിട്ട് കൊണാന്ന് ചോദിച്ചാൽ ആകെ പെടാൻ വേണ്ടി. അതാ കാര്യം, വെള്ളം അടിച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ ആരും ഇത് പോവും, സമനില. പിന്നെ അവരെന്നാ പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയത്തുണ്ടാവില്ല. എന്തിനാ വെറുതെ വടി കൊടുത്ത് അടി മേടിക്കുന്നത്? അതിപ്പോൾ നമ്മൾ പോകാതിരിക്കുന്നതല്ലേ. ആരെന്തിനു ക്ഷണിച്ചാലും പോകാതിരിക്കുക. ഒന്നാമത് നമ്മുടെ നാടല്ല. രണ്ടാമത്തെ കാര്യം, നമ്മളെ കാണുമ്പം എന്തായാലും ഒന്ന് കളിയാക്കാൻ തോന്നും. ഇതെല്ലാം തീർക്കട്ടെ കേട്ടോ. പരിപാടി ഇനിയുണ്ട്. ഗൈസ് നോക്കൂ, ഫൈനലി ബാറ്ററിയുടെ പരിപാടിയിൽ കഴിഞ്ഞു. ഇനിയും ഈ സൈലൻസിൻ്റെ അടുത്തുനിന്ന് ഒരു മണ സൗണ്ട് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു കിരി. ഓ, സ്കാനേ പോകുന്നു നോക്കിയേ. പാമ്പഴയെന്ന് പറയാൻ പോകുന്നത്. എന്താ രസം. ഈ ടയറിന് എന്തോ ഒരു ഏറുകുറവ് പ്രശ്നമുണ്ട് കേട്ടോ. 100% ഉറപ്പാണ്. പക്ഷെ ഇതേപോലെ അല്ല അപ്പുറത്തെ ടയറിന് അത്ര ഏറുകുറവില്ല ഗൈസ്. ഈ ടയറിന് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം. ഇതിനും അങ്ങനെയൊക്കെ തന്നെയല്ലേ? രണ്ടും അതുപോലെ തന്നെയാണ് ഗൈസ്. ഇതിൻ്റെ അടിയിലേ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര സൗണ്ട്. കിരി എന്ന് പറയുന്നത്. ഇറങ്ങി നോക്കട്ടെ ഗൈസ്. കിടക്കാനുള്ള സാധനം ഒന്നും കാണുന്നില്ല. ഇവിടെയാണ് നല്ല മാർബിൾ പോലെ മൊസൈക്ക് പോലെ നോക്കുക. എന്തെങ്കിലും പൊട്ടിയതാണോ അതെന്തെങ്കിലും? അയ്യേ, ഇതായിരുന്നോ? വെറുതെ പേടിച്ചു. ഞാൻ വിചാരിച്ചു സൈലൻസറൊക്കെ ഇനി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. സീനില്ല കേട്ടോ. ഇതുണ്ടോ, പേടിക്കാനില്ല. വെറുതെ പേടിച്ചു. കിരി എന്ന് പറഞ്ഞ സൗണ്ടായിരുന്നു. ഈ സാധനം ലൂസായിപ്പോൾ. അപ്പോൾ ഇതെന്തിൻ്റെയാ? ഇത് വെള്ള ടാങ്കിലെ വെള്ളം ഡിസ്പാച്ച് ചെയ്യുന്നതിൻ്റെ ആട്ടോ. അപ്പോൾ വെള്ള ടാങ്കിൽ വെള്ളം കയറ്റാം. ഇതിനെ നമുക്കിവിടെ അടിക്കാം. ഇതായിരിക്കും നല്ലത്. ഇതിങ്ങനെയാണ് അടിച്ചുകൊണ്ടിരുന്നത്. പടിയില്ല. കണ്ടോ, ഇതിങ്ങനെയാണ്. കണ്ടോ, ഇതായിരുന്നു പ്രശ്നം. ഭാഗ്യം. ഒരു നിമിഷത്തേക്ക് ഞാൻ പേടിച്ചു പോയി ഗൈസ്, സത്യം. കാരണം ഇത് മൊത്തത്തിൽ പിന്നെ കൊണ്ടുകൊണ്ട് വരില്ലെന്ന് ഓർത്ത് 2 ടാങ്ക് മുറിച്ചുകൊണ്ട് കൂടി അടിക്കണം. വെള്ള ടാങ്കിൽ വെള്ളം പിടിക്കുകയാണ്. ഇഷ്ടം പോലെ വെള്ളം ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ അവസരം കിട്ടുകയാണ് അങ്ങനെ ചെയ്യാം. മോട്ടർ ഇടാതെ ഇരിക്കാൻ മതി. മോട്ടർ ഇട്ടാൽ മുമ്പി. കാരണം ലൈനെല്ലാം പല സ്ഥലത്തും ഞാൻ പൊട്ടിച്ചു വിട്ടാക്കുക. ഇതാണ് ടാങ്കെന്ന് തോന്നുന്നു. ഇത് സെപ്റ്റിക് ടാങ്ക്. ഇതിനകത്തുള്ള ഒരു ടാങ്ക് ഇത് അവിടെ ഇടയിൽ ഇരിപ്പുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്. ബാക്കിയൊന്നും കുഴപ്പമില്ല കേട്ടോ. ഭാഗ്യം. പൊട്ടിച്ചു വിട്ടെ. അവിടെ കെട്ടാം. ടാങ്ക് അടിക്കാൻ ടാങ്ക് ഇല്ല എൻ്റെ അടുത്ത്. ടാങ്ക് കഥ നോക്കിയാണ്. വെറുതെ പേടിച്ചു. പുതിയ പണി ഡ്രസ്സാണ്, പഴയ ഡ്രസ്സാണ്, കൊണ്ട് അടിച്ചതാ. എൻ്റെ അമ്മ, എന്താ ഊരി വിടുന്ന സാധനം ഇവിടെ. വന്ന് ടാങ്ക് കണ്ടുപിടിക്കട്ടെ. ടാഗാണ് നമ്മുടെ ക്ഷാമം. ഗൈസ് നോക്കൂ, നിങ്ങൾ എല്ലാവരും ചോദിച്ച ഒരേ ഒരു കാര്യമുള്ളൂ.
എന്തൊക്കെ സാധനമാണ് നമ്മുടെ വണ്ടിയെ സെറ്റപ്പ് ചെയ്തതെന്ന് ഗൈസ് നോക്കൂ. കൊണ്ടുവന്നതിൽ ഒരു 40% വെക്കാൻ പറ്റുള്ളൂ, ബാക്കി 60% ഇപ്പോഴും എടുത്ത് വെച്ചേക്കുവാണ്. സമയം കിട്ടിയില്ല, ബാക്കിയുള്ള സാധനം വെക്കണം. ഗൈസ് നോക്കൂ, ഇപ്പോൾ ഫിറ്റ് ചെയ്ത സാധനങ്ങൾ ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. അതായത് നമ്മുടെ വണ്ടിയുടെ തൊട്ട് ഫ്രണ്ടിലേക്ക് വരാൻ നേരത്ത് ഇത് കണ്ടോ, ഇവിടെ ഗ്രില്ലിൽ ഇങ്ങനെ പല കളറിൽ മാറി ഇത് ശരിക്കും യെല്ലോയിലാണ് വരുന്നത്, പക്ഷെ നമ്മളിത് പല കളറിൽ മാറി കത്തുന്ന സാധനം വാങ്ങിച്ചു. പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ, ഈ കാണുന്ന അടിയിൽ സ്റ്റാർ ലൈറ്റ് ഫ്രണ്ടിൽ 2 എണ്ണം, പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു പിക്സൽ സ്ക്രീന്, അതേപോലെ തന്നെ മേളിൽ 2 കണ്ണ് നോക്കി, 1, 2. അത് ആ പഴയ കണ്ണ് താഴെയായിരുന്നു, അതിനെടുത്ത് മേളിലേക്ക് വെച്ചു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വലിയ ബാർ ലൈറ്റ് മേടിച്ചാണ്, പക്ഷേ ബാർ ലൈറ്റ് കൊണ്ടുവരാൻ പറ്റിയില്ല പെട്ടിക്കകത്ത്. അപ്പോൾ അതുകൊണ്ട് അതിന് പകരമായിട്ട് ഓൾറെഡി നേരത്തെ മേടിച്ച് വെച്ചാക്കുന്നതായിരുന്നു ഈ സാധനം. 1, 2, 3, 4, 5, 6 എണ്ണം അത് ഫിറ്റ് ചെയ്തു. പിന്നെ ആ പഴയ ആ റെഡ് കത്തുന്ന സാധനം, ഇൻഡിക്കേറ്റർ കത്തുന്ന സാധനം ഉണ്ടോ, അതിൻ്റെ സൈഡിൽ അത് പോയി ശരിയാക്കണം. ഇനി അത് കൂടാതെ ഫ്രണ്ടിലെ കാണിച്ചു. ഇനി സൈഡിലേക്ക് വരാൻ നേരത്ത് ഇവിടെ നമ്മൾ പിന്നെ ഇത് അതായത് ഇങ്ങനെ സ്റ്റില്ലായിട്ട് കത്തിക്കുന്ന, അതുപോലെ നമ്മുടെ ഇഷ്ടത്തിന് ഈ ഗ്രീൻ മാറ്റാൻ വേണ്ടി പറ്റും. പിന്നെ സൈഡ് ബോഡി ലൈറ്റ്, പിന്നെ അതേപോലെ തന്നെ ബേക്കിലും ഇതുണ്ട്, ഇതേപോലെ സ്റ്റാർ ലൈറ്റ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തൊട്ട് ബേക്കിൽ ഇങ്ങനെ സ്റ്റാൻഡേർഡായിട്ട് തന്നെ കത്തി നിൽക്കുന്ന പച്ച ലൈറ്റ്. ഗൈസ് ഇത്രയും സാധനം ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി സാധനങ്ങൾ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ബേക്കിലെ 2 ടയർ കുതാകതയാണ്, അതെന്തായാലും മാറണം. ഇനിയും ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഓപ്ഷൻസ് മാറ്റാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, ഇതെല്ലാം ഓരോ രീതിയിലേക്ക് മാറ്റാൻ പറ്റും. ഇപ്പം നിങ്ങൾ നേരെ താഴോട്ട് നോക്കിയേ കണ്ടോ, സ്റ്റാർ ലൈറ്റ് നോക്കുന്നത്, സ്റ്റാർ ലൈറ്റ് മൊത്തം ഇങ്ങനെ മിന്നി നിൽക്കുന്ന സ്റ്റാർ ലൈറ്റാണ്. പക്ഷെ മിന്നിയില്ല ഓടിച്ചോണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അത് സമ്മതിക്കൂല. ഇനി അടുത്തത് ഈ സൈഡിൽ ഏകദേശം അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെ എല്ലാം ബ്ലിങ്ക് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. ഇതെല്ലാം ബ്ലിങ്ക് ചെയ്യുമായിരുന്നു കേട്ടോ, ഇതേപോലെ ഈ സാധനം മൊത്തം ബ്ലിങ്ക് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ കണക്ഷൻ ഞാൻ കറക്റ്റാണ് സാധനം കൊടുത്തത് മൊത്തം. ഇത് ബ്ലൂവും പിന്നെ അത് റെഡും മാങ്ങയും തേങ്ങയും എല്ലാം കത്തുമായിരുന്നു. ഞാനത് കണക്ഷൻ കൊടുത്തല്ലോ എന്തോ പരിപാടി പാളിയെന്ന് തോന്നുന്നു, സാധനം വർക്കാകുന്നില്ല. ഒന്നും കൂടെ മാറ്റിയിട്ട് നോക്കട്ടെ കേട്ടോ. ആയോ ഫുള്ളായോ? ഇപ്പോഴോ ഫുള്ളാ? എല്ലാം കത്തി? അങ്ങനെ ഒരു വഴിയില്ലല്ലോ, ഞാൻ കണക്ഷൻ കൊടുത്തുകൊണ്ട്. ഇല്ലില്ല ഗൈസ്, അതായത് അതിൻ്റെ കണക്ഷനിൽ എന്തൊക്കെയോ ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റി. അങ്ങനെ ഞാൻ സംഭവിച്ചു. ഫ്രണ്ട് ഓക്കെ ആയിട്ടോ, അതേപോലെ ബേക്കാണ് ഇനി റെഡി ആണുള്ള. ബേക്കും അതുപോലെ സെൻറ്ററിലും കുറച്ചും കൂടി ലൈറ്റ് കൊടുക്കാണ്ട്. നമ്മുടെ ആപ്പ് ഇതെല്ലാം ആപ്പിലാട്ടോ കൺട്രോൾ ചെയ്യുന്നത്, എല്ലാ സാധനവും ആപ്പാണ്. ഞാൻ വിചാരിച്ചു നമ്മളായിരിക്കും ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഓരോ ട്രക്കുകളിലെ സർക്കസ് കണ്ടു കഴിഞ്ഞാൽ കിളി പറയും. ഇതുണ്ട്, ഇതിപ്പം ഈ സാധനം കൊടുത്തേക്കുക, ഇത് മാറ്റിയിപ്പം കണ്ണാക്കണേൽ ഇതാ ഒരു സെൻറ്റ് കൊടുത്താൽ മതി. സെൻറ്റ് ചെയ്താൽ കണ്ണായി. ഇനി വേറെ കണ്ണ് വെക്കണോ? സെൻറ്റ് ചെയ്താൽ മതി. വേറെ കണ്ണായി, കണ്ടോ, ഫുൾ വേറെ കണ്ണ്. ഇനി അതേപോലെ തന്നെ അടുത്ത ആപ്പ് എടുക്കുക. അടുത്ത ആപ്പ് എടുത്തിട്ട് അതിൻ്റെ കളറ് മാറ്റുന്ന സാധനങ്ങളാണ്. പക്ഷേ ഇതിൽ മാത്രം നമുക്ക് പരിപാടി പാളി. ഇത് എവിടെയാണെന്നുള്ളത് കണക്ഷൻ സക്സസ്ഫുൾ ആണ്, പക്ഷേ ഇതെങ്ങനെ മാറ്റുന്നത് എന്നുള്ളൊരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. റെഡായി, ഗ്രീനായി, ഇതെന്താ വരാത്ത യെല്ലോ, റെഡ്. ഗൈസ് ഇതിനെന്തൊക്കെയോ ചെയ്യാണ്ട് കേട്ടോ. ഇത് മാത്രം ഒന്ന് നമുക്ക് സെറ്റപ്പ് ചെയ്തെടുക്കണം, വേറെ ഒന്നും വലിയ കുഴപ്പവും കാര്യങ്ങളും ഇല്ല കേട്ടോ. ഗൈസ് ഞാൻ ചെയ്ത സാധനം മാറിയത് ഇവിടെയാണ് ഗൈസ്. ഇതുണ്ട് ലൈറ്റ് മാറി കത്തുന്ന, ബേക്കിൽ അത് കറക്റ്റായിട്ട് കിട്ടുമായിരിക്കും. ബേക്കിൽ നോക്കിയതാ പല കളറ് മാറി കത്തുന്ന കാണാം കേട്ടോ. 1, 2, 3 കളറ് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്ത്. ഇതിപ്പോൾ ഞാൻ ഫുള്ള് റെഡാക്കി, യെല്ലോ ആക്കി. ഇതവിടെ റെഡ്, ബ്ലൂ, ഗ്രീൻ. ഇതായിരുന്നു കേട്ടോ അതിൻ്റെ സാധനം. എനിക്ക് മാറിപ്പോയതാണ്. പിന്നെ ഇതോടെ കസ്റ്റംസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇത് ഏത് രീതിയിലേക്ക് ഓടണോ ചാടണോ തുള്ളണോ ഏത് രീതിയിൽ പോകണം എന്നുള്ള സാധനങ്ങളൊക്കെ, എന്ത് പാറ്റേൺ വേണം ആ സാധനമൊക്കെ ഇവിടെ സെറ്റപ്പ് നമുക്ക് കസ്റ്റം ചെയ്ത്. ഇപ്പോൾ ആ രീതിയിൽ കസ്റ്റം ചെയ്ത സാധനം കേട്ടോ. ഇതുണ്ട്, ഇതിങ്ങനെ ഓടും. സൈഡിൽ കൂടി ഇങ്ങനെ കളറിൽ ഓടുന്നതുണ്ടോ, അത് കറക്റ്റായിട്ട് ഈ സൈഡിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കറക്റ്റ് ഓടുന്നതാണ്. പക്ഷേ റെഡാന്ന് തോന്നുന്നു ഇച്ചിരി കൂടെ നല്ലത് കേട്ടോ. അല്ലടാ റെഡ് അല്ലേടാ, റെഡാണോ ബ്ലൂ ആണോ? ബ്ലൂ ആണെന്ന് വെച്ചാൽ ഡാർക്കായിട്ട് കാണുന്നുണ്ട്. ഗ്രീനും ബ്ലൂ ഇച്ചിരി ഡാർക്കായിട്ട് കാണാം കേട്ടോ. എല്ലാം അത്ര ഡാർക്കായിട്ട് കാണുന്നില്ല. റെഡ്, ഗ്രീന്, ബ്ലൂ ആയിട്ട് നിന്നോട്ടെ. അല്ല വേണ്ട, ഗ്രീനായിട്ട് നിന്നോട്ടെ. പിന്നെ ഇതിൻ്റെ ആപ്പ് മാറിപ്പോയി കേട്ടോ. ഇതിൻ്റെ ആപ്പ് ഇത് ഇങ്ങനെയല്ല. COT എന്ന് വെച്ചാൽ എന്നാ പല കളറിൽ കത്തുമോ ഗൈസ്? ഇതിൻ്റെയും കുറച്ച് സംഭവങ്ങളുണ്ട്, അതും നമുക്കൊന്ന് മാറ്റി ഒന്ന് പരീക്ഷിച്ച് അതും ഒന്ന് സെറ്റപ്പ് ആക്കണം. അതായത് ഇത് കണ്ടോ,
ഇതിന് കുറേ സ്റ്റൈലുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സ്റ്റൈൽ ഇതിനും കണ്ടുപിടിച്ച് ഇതും ഇതല്ലല്ലോ ഗൈസ്. ഇതിന് ഓരോ സെറ്റപ്പാണ്. ആ സെറ്റപ്പിനനുസരിച്ച് ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കണം. ഇതുണ്ട് ബ്ലൂ, ഗ്രീന്, റെഡ്, ക്ലാസിക്ക്, വൈറ്റ്. ബ്ലൂ ആണോ ഗ്രീൻ ആണോ നല്ലേ ഗൈസ് നോക്കുന്നുണ്ടോ? ഇതിങ്ങനെ ആക്കി വെച്ചാൽ മതി. വേറെ സംഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം കൂട്ടി കൊടുക്കുക. അത് തന്നെ ഓക്കെ അടിക്കുക. അത്രേ ഉള്ളൂ. ഓട്ടോമാറ്റിക് ഉണ്ടാവോ ഗൈസ്? ഇതിൻ്റെയൊക്കെ എന്തൊക്കെയോ പരിപാടികളുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് ആയി വന്നം. കണ്ടോ ബ്ലൂ, ഇപ്പോൾ ഉള്ള പോലെ നിൽക്കട്ടെ. ഗ്രീൻ, അങ്ങനെ പല കളറിൽ വണ്ടി ഇങ്ങനെ സെറ്റപ്പായി നിൽക്കും. ഇതെല്ലാം ആപ്പിലാണ് ഇതിൻ്റെ കൺട്രോളും പരിപാടിയെല്ലാം. അപ്പം ചോദിച്ച എല്ലാവരോടും നമ്മുടെ വണ്ടിയുടെ സാധനങ്ങൾ കാണിച്ചു തന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വണ്ടി സെറ്റപ്പ് ചെയ്താക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ പറയാനുള്ളൂ കേട്ടോ. ഏതാ വാളോ? ഓ ഗൈസ്, സോറി ഗൈസ്, ഇനിയുണ്ട് സാധനങ്ങൾ. കാണിച്ചു തരാം കേട്ടോ. ഒരു സെക്കൻഡ്, കുത്താൻ മറന്നു പോയതാണ് ഞാൻ. ഗൈസ് ഞാൻ മറന്നുപോയി ഗൈസ്. അതായത് ഇതാണ് ഡാൻസിങ് ബാള്. ഈ സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ മറന്നുപോയി ഇതിനകത്ത് ഇടാൻ വേണ്ടി. അത് രണ്ട് സൈഡിൽ നമുക്ക് കറക്റ്റ് ആ പയ്യൻ നമ്മുടെ ഈ 12 വാൾട്ടിൻ്റെ ഇതിൽ തന്നെ കുത്താൻ പറ്റിയ രീതിയിലാക്കി തന്നു. അല്ലാതെ നമ്മൾ ഇതിപ്പം ഇത് കൊള്ളാം കേട്ടോ. ഞാനത് മറന്നുപോയി സംഭവത്തിൻ്റെ കേരളം കൂടി ഇട്ട് കഴിഞ്ഞപ്പം ഏകദേശം സംഭവം ഓക്കെ ആയി. ഇനിയിപ്പം എന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബേക്കിലും സൈഡിലും സാധനങ്ങൾ വളരെ കുറവാണ്. അപ്പം ബേക്കിലും സൈഡിലും കൂടെ നമുക്ക് സാധനങ്ങൾ സെറ്റപ്പ് ചെയ്യണം. അല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുറവായിട്ട് തോന്നും സാധനങ്ങൾ. അതുകൊണ്ടാട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് ചെയ്യണം. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം പരിപാടി. ഡാൻസിങ് ബാൾ ഉണ്ടോ? ഡാൻസിങ് ബാൾ അതായത് ബോൾസ് പോലെ പൊങ്ങുന്നു, താഴുന്നു, സംഭവങ്ങൾ കാര്യങ്ങൾ എല്ലാം കൂടെ ആയപ്പോൾ ഫുള്ള് കളർഫുള്ളായി. പക്ഷെ ഉള്ളിൽ ലൈറ്റ് ഇട്ടായിരുന്നു അത്ര ഗംഭീരത വരത്തില്ലായിരുന്നു കേട്ടോ. എന്തായാലും എല്ലാം സെറ്റപ്പ് ചെയ്ത് ടോപ്പ് ലൈറ്റ് ഓഫ് ആക്കട്ടെ. അപ്പോൾ ഇത് കറക്റ്റ് അതിൻ്റെ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാകത്തുള്ളൂ. ടോപ്പ് ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും. ടോപ്പ് ലൈറ്റ് ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകാൻ സാധ്യത വളരെ കുറവാണ് ഗായ്സ്. യെസ്, ടോപ്പ് ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ ആ എല്ലാത്തിൻ്റെ പെർഫെക്ഷൻ കറക്റ്റ് കിട്ടത്തുള്ളൂ. ടോപ്പ് ലൈറ്റ് ഇല്ലാലും മേലിലും വേറെ ലൈറ്റ് കിടപ്പുണ്ട് കേട്ടോ. കണ്ടോ, മേലിലും അതേപോലെ ലൈറ്റും സാധനങ്ങൾ കിടപ്പുണ്ട്. എന്തായാലും ചാടിത്തുള്ളി ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇനി പിടിക്കാതിരുന്നാൽ മതി. അത് പിടിച്ചാൽ പരിപാടി പാള് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും എല്ലാം നിങ്ങളെ കാണിച്ചു തന്നു. ഇത് നമുക്ക് ബേക്കിലും സൈഡിലും കൂടെ കുറച്ചും കൂടെ ചെയ്യാണ്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം കേട്ടോ. ശേഷം നമ്മളങ്ങനെ നമ്മുടെ ചെറുക്കനെ കൊണ്ട് രാത്രി റൈഡിന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. രാത്രി റൈഡ്, അതായത് 1.5 വർഷമായിട്ട് നമ്മൾ രാത്രിയിൽ ഓടിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം വരെ നമ്മൾ പകലാണ് വണ്ടി ഓടിച്ചപ്പോൾ കമാൻ. അതായത് നീ വിടുന്നു കഴിച്ച് നോക്ക്. ഞാനിവിടുന്ന് ഓരോന്നായിട്ട് ഓണാക്കി കാണിക്കാം കേട്ടോ. വണ്ടിയുടെ ഏതൊക്കെ സംവിധാനങ്ങളുണ്ടെന്ന്. ഇപ്പോൾ എല്ലാ ലൈറ്റുകളും നിങ്ങൾ ഓണാക്കി കാണിച്ചു. ഇത് നമുക്കിനിപ്പോൾ എമർജൻസി എന്തെങ്കിലും ഘട്ടങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് ഓണാക്കാം, എമർജൻസി. ഇനി അതല്ല വേറെ എന്തെങ്കിലും ലൈറ്റിന് കുറവ് വന്നാൽ ഇത് ഓണാക്കാം. ഇനി അതിനും ലൈറ്റിന് കുറവ് വന്നാൽ ഇത് ഓണാക്കാം. ഇനി ഇതിന് ലൈറ്റിന് കുറവ് വന്നാൽ ഇത് ഓണാക്കാം. ഗൈസ് ഇതെല്ലാം കൂടി ആകുമ്പം മൊത്തം പൂരപ്പറമ്പ് പോലെ കത്തും കേട്ടോ എല്ലാവരും കൂടെ ഗൈസ്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് ഓണാക്കിയിട്ടാണോ അവിടെ മൊത്തം ഇതെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് നമ്മുടെ ഹെഡ് ലാമ്പും സംഭവങ്ങളും കാര്യങ്ങളും. എന്തായാലും നമുക്ക് നേരെ വണ്ടി എടുക്കാം. അങ്ങനെ കുറേ നാൾ കൂടി നമ്മളങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. നാട്ടിൽ 12 മണിയായി. ഇവിടെ അത്ര സമയമൊന്നും ആയിട്ടില്ല. അതിനാ ഗൈസ് നോക്കൂ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 42,000 രൂപ നമ്മൾ അടച്ച ചലാൻ. എല്ലാവരും നമ്മുടെ വണ്ടിയുടെ കാഴ്ച കണ്ട് പോവുക കേട്ടാ. ഇവിടെ ബ്ലോക്കൊന്നുമില്ലേ, ഒരു ബ്ലോക്ക് ഉണ്ടാക്കുക. എന്തായാലും വണ്ടി കളർഫുള്ളായി. നമുക്ക് ഇങ്ങനെ ഇട്ട് ഓടിക്കാൻ പറ്റത്തില്ല കേട്ടോ. അടിയിലെ മാത്രമേ ഇട്ട് ഓടിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ കലിപ്പായാലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇട്ട് ഓടിക്കാം. ഇപ്പം പറഞ്ഞ പോലെ ചലാൻ്റെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ആ ചലാൻ്റെ വിഷയം കൂടെ കറക്റ്റ് ചെയ്യണം. 42,000 രൂപ. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം കേട്ടോ.